എഴുന്നള്ളിപ്പിൽ മാർഗരേഖ പുറത്തിറക്കി ഹൈക്കോടതി. 2 എഴുന്നള്ളിപ്പുകൾക്കിടയിൽ 3 ദിവസം ആനകൾക്ക് വിശ്രമം നൽകാൻ നിർദ്ദേശം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ആനകളെ പൊതുനിരത്തിൽ കൂടി കൊണ്ടുപോകരുത്. ഒരു ദിവസം 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നിർത്തിക്കരുത്. പിടികൂടപ്പെട്ട ആനകളെ ഉപയോഗിക്കുമ്പോൾ ബന്ധപ്പെട്ട ജില്ലാ സമിതിയുടെ അനുമതി വാങ്ങണം. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഫിറ്റ്നസ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം. എഴുന്നള്ളത്തിന് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം. 6 മണിക്കൂറിൽ കൂടുതൽ വാഹനത്തിൽ ആനകളെ നിർത്തിക്കൊണ്ടുപോകാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ കോടതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം ചില നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് ക്ഷേത്ര ഉത്സവങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? ദേവിക, നേരത്തെ തന്നെ അമിക്കസ് ക്യൂറി ഹൈക്കോടതി മുൻപാകെ ചില ശുപാർശകൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ ശുപാർശകൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മാർഗരേഖ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പൊതുനിരത്തിൽ കൂടി ആനകളുടെ എഴുന്നള്ളിപ്പ് പാടില്ല, അല്ലെങ്കിൽ ആനകളുടെ ഘോഷയാത്ര പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് 3 മണിക്കൂറിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളത്തിന് നിർത്തുവാൻ പാടില്ല തുടങ്ങിയ കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 125 കിലോമീറ്ററിൽ കൂടുതൽ ഒരു ദിവസം ആനകളെ യാത്ര ചെയ്യിക്കരുത്. നടത്തിക്കൊണ്ടു പോകുന്ന കിലോമീറ്റർ പരിധിയും അത് 30 കിലോമീറ്ററിൽ കൂടാനും പാടില്ല. 6 മണിക്കൂറിൽ കൂടുതൽ സമയം ആനകളെ വാഹനത്തിൽ കൊണ്ടുപോകരുത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട്, അതായത് 2 എഴുന്നള്ളത്തുകൾ ഉണ്ടെങ്കിൽ അതിനുശേഷം കൃത്യമായിട്ടുള്ള സമയം വിശ്രമം അനുവദിക്കണം. ഭക്ഷണം, വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും സംഘാടകർ ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ഫിറ്റ്നസ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഉറപ്പാക്കണം. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത എഴുന്നള്ളത്തുകൾക്ക് ജില്ലാതല സമിതി യാതൊരു തരത്തിലും അനുമതി നൽകരുത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ആനകളുടെ ദൂരപരിധി, അതായത് 2 ആനകൾ തമ്മിലുള്ള ദൂരപരിധി എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ആനകളും ജനങ്ങളും തമ്മിലുള്ള ദൂരപരിധി 8 മീറ്റർ ആണ്. ആനയും തീവട്ടിയും തമ്മിലുള്ള ദൂരപരിധി എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അതോടൊപ്പം തന്നെ ഈ വെടിക്കെട്ട് സ്ഥലവും ആന എഴുന്നള്ളത്തിനുള്ള സ്ഥലവും തമ്മിൽ 100 മീറ്റർ ദൂരപരിധി നിർബന്ധമായിട്ടും പാലിക്കണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ആനകളെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ വാഹനത്തിന്റെ വേഗപരിധി 25 കിലോമീറ്ററിൽ താഴെയാകണം. സ്പീഡ് ഗവർണർ ഉറപ്പാക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പാക്കേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാണ്. കർശനമായിട്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ സംഘാടകരും അല്ലെങ്കിൽ എഴുന്നള്ളിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും കൃത്യമായിട്ട് പാലിക്കണമെന്നും ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ ആനകളെ എഴുന്നള്ളിക്കുന്ന സമയത്ത് എലിഫന്റ് സ്ക്വാഡ് പോലെയുള്ള സംവിധാനങ്ങൾ അത് യാതൊരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. കാരണം നേരത്തെ ചിലയിടങ്ങളിൽ എലിഫന്റ് സ്ക്വാഡിന്റെ അതിന്റെ അംഗങ്ങൾ ചില ക്രൂരമായിട്ടുള്ള രീതിയിൽ ആനകളോട് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എലിഫന്റ് സ്ക്വാഡ് ഉണ്ടാകാൻ പാടില്ല എന്ന് വിവിധ ദേവസ്വങ്ങൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ക്യാപ്ചർ ബെൽറ്റോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഈ ആനകൾ ഈ ഇടയുന്ന സമയത്തോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെറിയ ക്ഷേത്ര ഉത്സവങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ മാർഗനിർദ്ദേശങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. രാത്രി 10 മുതൽ രാവിലെ 4 മണി വരെ യാതൊരു തരത്തിലും ആനകളെ യാത്ര ചെയ്യിക്കുവാൻ പാടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ, അതായത് രാത്രിയിലുള്ള യാത്ര ഒഴിവാക്കിക്കൊണ്ട് രാത്രിയിൽ കൃത്യമായിട്ട് വിശ്രമ സ്ഥലം ഉറപ്പാക്കണം. ആ വിശ്രമ സ്ഥലത്ത് ഭക്ഷണം, ഒപ്പം തന്നെ വെള്ളം ഇവയൊക്കെ തന്നെ ലഭ്യമാക്കണമെന്നും ഹൈക്കോടതി ഈ മാർഗരേഖയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലബാർ, ഗുരുവായൂർ, ട്രാവൻകൂർ ഉൾപ്പെടെയുള്ള വിവിധ ദേവസ്വങ്ങളെ ഹൈക്കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ട് സർക്കാർ അടക്കമുള്ള അല്ലെങ്കിൽ വിവിധ ദേവസ്വങ്ങൾ ഉൾപ്പെടെ ഈ മാർഗരേഖ കൃത്യമായിട്ട് പാലിക്കണമെന്നും ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത എഴുന്നള്ളത്തുകൾക്ക് യാതൊരു തരത്തിലും ജില്ലാതല സമിതി അനുമതി കൊടുക്കരുതെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ദേവിക. ശരി രേഷ്മ.